നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ മെസ്സി USA പോയപ്പോൾ കൂടെ പോയത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മാത്രം. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ പിന്നാലെ പോയത് ലോകത്തെ മികച്ച താരങ്ങൾ. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇന്ന കോച്ച് വേണമെന്നില്ല, ഇന്ന ക്ലബിൽ കളിക്കണമെന്നില്ല. ഏത് ക്ലബിലായാലും ഏത് കോച്ച് പരിശീലിപ്പിച്ചാലും അദ്ദേഹം മികവ് കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഡിസ്കഷൻ്റെ കാര്യമില്ല. മെസ്സിക്ക് പോലും ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് കിട്ടിയതിൽ നാണക്കേട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നിൽ പോലും അദ്ദേഹം അതിനെപ്പറ്റി വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇനി അത് ന്യായീകരിച്ച് ആരും വരേണ്ടതില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു എഡു അഗ്വയർ. അദ്ദേഹം എൽ ചിരിങ്കിറ്റോ TV-യിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ക്രിസ്ത്യാനോയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടും എന്നാൽ ലിയോ മെസ്സിയുടെ ഈ നേട്ടങ്ങൾ, അതായത് ഫിഫ ബെസ്റ്റ് അടക്കം ലഭിച്ചത് അദ്ദേഹം അർഹിച്ചതല്ല എന്ന തരത്തിലൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ്. കുറച്ച് അധികം കടന്ന ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ക്രിസ്ത്യാനോ വിമർശകരെ ആക്രമിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അദ്ദേഹം തുടങ്ങുന്നതന്നെ ഹൗ ആർ യു ചിൽഡ്രൻ എന്ന് ചോദിച്ചുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ കിഡ്സ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ചിലരൊക്കെ പാൽക്കുപ്പികൾ എന്നൊക്കെ പറഞ്ഞൊക്കെ പറയാറില്ലേ, അതേ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പറയുകയാണ്, നോക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പ്രായത്തിൽ വിരമിക്കണമെന്ന് പറയുന്നവരോട്, ഓൾറെഡി 39 വയസ്സുണ്ട് ക്രിസ്ത്യാനോ വിരമിക്കണമെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരോട് പറയാനുള്ളത്, ക്രിസ്ത്യാനോ എല്ലായ്പ്പോഴും കളികളിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നയാളാണ്. ഏത് ലീഗിലാണ് കളിക്കുന്നതെന്നോ, ഏത് കോച്ചാണ് പരിശീലിപ്പിക്കുന്നതെന്നോ, ഏത് ടീമിലാണ് കളിക്കുന്നതെന്നോ ഒന്നും അദ്ദേഹത്തിന് വിഷയമേ അല്ല. അദ്ദേഹം കളിക്കളത്തിൽ വ്യത്യാസമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ സ്കോററാണ് അദ്ദേഹം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം 39-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. സ്റ്റിൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും സുഹൃത്തുക്കൾ വേണമെന്നില്ല അദ്ദേഹത്തിന് കളിക്കാൻ. മറ്റു പലർക്കും അത് ആവശ്യമാണ്. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കുന്നു, അദ്ദേഹം വിജയിക്കുന്നു. കാരണം എന്താ? 24 മണിക്കൂറും അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ്. പിന്നെ ബെസ്റ്റ് നേടിയിട്ടുള്ള മറ്റു ചില ആളുകളുണ്ടല്ലോ, ദി ബെസ്റ്റ് പുരസ്കാരം നേടിയിട്ടുള്ളവര്. എന്തിനാ അത് കിട്ടിയത്? ഒന്നും ചെയ്യാതെ കിട്ടിയതാണ്. ലീഗ് 1 നേടിയതിന്, അമേരിക്കൻ ലീഗ് കപ്പ് നേടിയതിന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? അതാണ് ഇപ്പൊ സംഭവിച്ചത്. മെസ്സി പോലും ആ ഒരു അവാർഡ് ലഭിച്ചതിൽ നാണക്കേട് തോന്നുന്നയാളാണ്. കാരണം വീഡിയോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും അദ്ദേഹം ഇട്ട് കണ്ടില്ല. അദ്ദേഹം ആ അവാർഡ് നേടിയതിൽ ഒട്ടും അഭിമാനിക്കുന്നില്ല. അതുകൊണ്ട് ഇനി അത് പറഞ്ഞ് ഇനി അതിനെ ഡിഫെൻഡ് ചെയ്ത് ആരും വരേണ്ടതില്ല. ഫൈനലി കിഡ്സ്, നിങ്ങൾക്ക് അറിയാമോ എന്താണ് വ്യത്യാസമെന്ന്? ക്രിസ്ത്യാനോ സൗദി ലീഗിലേക്ക് പോയപ്പോൾ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് സൗദി ലീഗിലേക്ക് അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടുപോയത്. മെസ്സി അമേരിക്കൻ ലീഗിലേക്ക് പോയപ്പോഴോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് മാത്രമാണ് അദ്ദേഹത്തിന് പിന്നാലെ അങ്ങോട്ട് പോയിരിക്കുന്നത്. സോ ഇനഫ് ഓൾറെഡി, ദർ ഇസ് നോ ഡിസ്കഷൻ, ഓവർ എന്നാണ് ഇപ്പോൾ എഡു അഗ്വയർ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.